ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ അയച്ചു കൊടുത്തു. ദയവ് ചെയ്ത് നിങ്ങൾ ഇതൊന്നും അറിയാതെ വണ്ടി കയറ്റരുത്. നമ്മൾ അവരടുത്ത് സംസാരിച്ച ഒരു കള്ളവും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ അവരെ സംസാരിച്ചെല്ലാം നിങ്ങൾ കേട്ട് കാണും. വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ നിങ്ങൾ കേട്ട് കാണും. ഇതൊന്നും അവരല്ലെന്നാണ് അവർ പറയുന്നത്. അവരെന്നു പറയുന്നത് അവരൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുക. അവർ പറഞ്ഞേക്കാല്ലേ 40,000 പറഞ്ഞ 65,000 രൂപ, 25,000 രൂപ ഒറ്റയടിക്ക് കൂട്ടിയത്. പ്രോ കള്ളൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിനകത്ത് ഇന്നലെ അവനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ്റെ വണ്ടി ഇയോൺ ഒരു ചടയമംഗലത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ പണിയാൻ കൊടുക്കുന്നു. പണിയാൻ കൊടുക്കുന്ന സമയത്ത് അവർ 40,000 ഏകദേശം എല്ലാം കൂടെ 40,000 രൂപ ആവുമെന്ന് പറയുന്നു. അതിനുശേഷം എസ്റ്റിമേറ്റിൽ പറഞ്ഞിട്ടുള്ള റേറ്റിനേക്കാളും കൂടുതൽ റേറ്റ്, ഒരു 25,000 രൂപ കൂടുതൽ റേറ്റ് ചോദിച്ച് വണ്ടി ഫിനിഷ് ആയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം അതിനെതിരെ പ്രോ കള്ളൻ പ്രതികരിക്കുന്നൊരു വീഡിയോ ആണ് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വണ്ടി ആഗ്രഹിച്ചെടുക്കുന്ന വണ്ടികൾ ഇതുപോലെ പണിയാവുന്ന സമയത്ത് ഗ്യാരേജുകളിൽ അല്ലെങ്കിൽ നമ്മളെ നാട്ടിൻപുറങ്ങളിലുള്ള വർക്ക്ഷോപ്പുകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം കൊടുത്തതിന് ശേഷം വണ്ടിയെ പറ്റിയിട്ട് ABCD അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും വർക്ക്ഷോപ്പുകാരന്മാർ പറ്റിക്കും. അതിന് കാർ ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, ഏത് വണ്ടിയാണെങ്കിലും ഒരു ABCD പോലും അറിയത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ വലിപ്പിച്ച് കൈ തരും. നല്ല പൈസ അടിച്ചിറക്കി വെച്ചിട്ട് മാർ എസ്റ്റിമേറ്റിൽ എഴുതി വെച്ചിട്ട് മേടിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി അത്യാവശ്യം നല്ല പണിയുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ, ചെറിയ ചെറിയ പണികളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമുക്ക് തോന്നുവാണ് നല്ലൊരു എമൗണ്ടിൻ്റെ പണിയാണ്, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ ചെന്ന് അന്വേഷിക്കുന്ന സമയത്ത്, ഗ്യാരേജിൽ കൊടുത്ത് അന്വേഷിക്കുന്ന സമയത്ത് ഇത്ര രൂപ ആവും എന്ന് തോന്നുന്ന സമയത്ത് ഉറപ്പായിട്ടും എസ്റ്റിമേറ്റ് മേടിച്ച് കൈ വെച്ചിട്ട് മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാവൂ. ഇവിടെ പ്രോ കള്ളന് പറ്റിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോ കള്ളൻ എസ്റ്റിമേറ്റ് മേടിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ ഒരു എസ്റ്റിമേറ്റും കൊണ്ടിട്ട് നേരെ കൺസ്യൂമർ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ വേണ്ടെന്നുള്ള രീതിയിലുള്ള സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടും. ഇതിനെതിരെ ഉള്ള നടപടി, ആക്ഷൻ അവരെന്തായാലും ഉറപ്പായിട്ടും എടുക്കും. കാരണം 40,000 രൂപ പറഞ്ഞൊരു എസ്റ്റിമേറ്റിൽ വണ്ടി എടുക്കാൻ ചെല്ലുന്ന സമയത്ത് 60,000 രൂപ ഒറ്റയടിക്ക് എത്ര രൂപ കൂടി നോക്കണം. അപ്പം ആ ഒരു വിഷയമാണ് പ്രോ കള്ളൻ ഈ വീഡിയോയിലൂടെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ആ വീഡിയോ ഒന്ന് നോക്കാം, പ്രോ കള്ളൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. പാവങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു വർഷമാണ്. ഞാൻ മുൻകാല കാര്യം അവിടെ എത്തിയിട്ട് പറഞ്ഞത് ഇതാണ് എൻ്റെ വണ്ടി. ഇതിനകത്ത് ഞാൻ ഇവിടെ വർഷത്തിൽ കയറ്റിയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ് എടാ എഞ്ചിൻ ചൂടായി, അതുകൊണ്ടാണ് വണ്ടി കൊണ്ടുപോകേണ്ട, റിസ്ക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വണ്ടി ഇവിടെ കിടക്കട്ടെ ചേട്ടാ, ഞാൻ വിളിച്ച്, അതായത് ഇനി ഇവിടെ നിന്ന് എനിക്ക് വണ്ടി കൊണ്ട് എറണാകുളത്ത് പോകാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ വണ്ടി ഇവിടെ കിടക്കട്ടെ, ഞാൻ എന്തായാലും വിളിച്ചിട്ട് പണിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നേരെ എറണാകുളത്ത് പോയി. പിന്നെ ഞാൻ വാപ്പാരിലാണ് നമ്പർ എടുത്തത്. അപ്പോൾ ആ വാപ്പയാണ് വിളിച്ചത്. വാപ്പ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞത് അത് വണ്ടി വെള്ളമില്ലാത്തതുകൊണ്ട് ഇതായിരുന്നു ചൂടായി. അപ്പോൾ വണ്ടി ഇഞ്ചിൻ ഹീറ്റായി. അപ്പോൾ അതിൻ്റെ ഹെഡ് ഒന്ന് ഇളകി ഹീറ്റ് കൊണ്ട് ക്ലിയർ ചെയ്യണം. റേഡിയേറ്റർ വാങ്ങണം, അതിൻ്റെ വാട്ടർ പമ്പം വാങ്ങണം. അതിലെന്താണ് ഇതിന് പണി എത്ര രൂപയാവും? അത് ഉദ്ദേശിച്ചത് 40 രൂപ അടുപ്പിച്ചാവും. അല്ലെങ്കിൽ നമുക്ക് 40 രൂപ അടുപ്പിച്ചാവുന്ന ഒരു കാര്യം ഞാനൊന്നും ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് 14 രൂപ 40 രൂപ ആവുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വാപ്പ ഈ വണ്ടി പണിയുണ്ട, കാര്യം ഇത് ഏകദേശം 1 ലക്ഷം രൂപ വണ്ടിയാണ്. അപ്പോൾ ആൾറെഡി ഞാൻ ഈ ഏകദേശം അത്യാവശ്യം നല്ല രീതിക്ക് പണി, കാര്യം എനിക്കൊരു ആക്സിഡൻ്റ് ആയ സമയത്ത് ഈ വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് പണി. അപ്പോൾ തന്നെ ഈ വണ്ടിയിൽ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തു. അഡീഷണൽ പണി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, ആദ്യം എന്തൊക്കെ സാധനം മാറിയുന്നുണ്ടായിരുന്നു ചേട്ടാ? എല്ലാം കൂടെ ഈ ഒരു പറഞ്ഞത് ഞാൻ കോൾ റെക്കോർഡ് ഉണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം. പറഞ്ഞു നിങ്ങൾ പറയാം. അപ്പോൾ നിങ്ങളത് 40,000 കൂടുതലാവുമെന്ന് പറഞ്ഞു. എത്ര ആവുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് ഇട്ടപ്പോൾ എസ്റ്റിമേറ്റ് എന്ന് പറയുന്ന ഒരു റേറ്റ് പറയുന്നത് 40,000 രൂപ എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ചേട്ടാ സമ്മതിച്ച്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഈ അപ്പോൾ 65,000 രൂപ ഞാൻ ബില്ല് വയ്ക്കാൻ വന്നപ്പോൾ 65,000 ആവുമെന്ന് പറയുന്നത്. ഇത് എപ്പോഴെങ്കിലും എന്നെ അറിയിച്ചാൽ 40,000 കൂടുതലാവും എന്നുള്ളപ്പം ഒരു കസ്റ്റമർ അല്ലേ ഞാൻ വിളിച്ചറിയിക്കണ്ടേ? ഞാൻ അതിനുശേഷം ഇവിടെ 40,000 രൂപയ്ക്ക് ഞാൻ ഇവിടെ വണ്ടി രണ്ടാമത് കാണാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് എത്ര ആവുമെന്ന് വെച്ചാൽ 40,000 ആവും, 25,000 രൂപ ഇപ്പം ഇത് അടിച്ചാൽ മാത്രമേ. ഈ വർക്ക്ഷോപ്പ് വരുന്നത് ചടയമംഗലത്ത് പോകുന്ന ഹൈവേയിലാണ്. കിൽമെക്ക് എന്നാണ് ഇതിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഇവിടെ പോകുന്നവരൊന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ പോകുക, അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് നെഗറ്റീവ്സുകൾ തോന്നി. കാരണം ഒരു കസ്റ്റമറോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു കസ്റ്റമറെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം, എങ്ങനെ ആ കസ്റ്റമറിനെ കൺവിൻസ് ചെയ്യണമെന്നൊന്നും ഇവർക്ക് അറിയത്തില്ല. പറഞ്ഞ് മനസ്സിലാക്കണ്ട, ഇത് ഇന്നതുപോലെയൊക്കെയാണ് എന്നൊന്നും പറഞ്ഞ് നല്ല മാന്യതയോടുകൂടി ഇവർക്ക് സംസാരിക്കാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിലുള്ള ഉടായ്പ ഇവർ കളിച്ചിട്ടുണ്ട്. കാരണം വണ്ടിയുടെ ABCD അറിയാത്ത ആൾക്കാർ, വണ്ടിയുമായിട്ട് വരുന്ന ആൾക്കാരെ പറ്റിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് നമുക്ക്
ഇവരെ ഈ സംസാരം കേൾക്കുമ്പോൾ തന്നെ ഈ ഓണറുടെ ഭാഗത്തു നിന്നും പിന്നെ അവിടെ ഇരിക്കുന്ന ആ ഒരു ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അക്കൗണ്ട്സ് എന്തെങ്കിലും തോന്നുന്നു, പുള്ളിയുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി ഇങ്ങനെയാണോ അവർ ബിഹേവ് ചെയ്യുന്നത്. ഒരു സ്ഥാപനം ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ സ്ഥാപനം മുമ്പോട്ട് ഓടിച്ചുകൊണ്ട് പോകണമെന്നൊന്നും താല്പര്യമില്ലേ? അപ്പം ഇവിടെ എസ്റ്റിമേറ്റിൻ്റെ കാര്യം ഇവർ സംസാരിക്കുന്നുണ്ട്. എസ്റ്റിമേറ്റ് ചോദിച്ചാലേ ഇങ്ങോട്ട് തരൂ എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം എല്ലാ ആൾക്കാർക്കും എസ്റ്റിമേറ്റിൻ്റെ കാര്യം അറിയണമെന്നില്ല. വണ്ടി നല്ല രീതിയിലുള്ള പണിയാണ് നിങ്ങളെ വണ്ടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പണിയാൻ ചെല്ലുന്ന കടയിൽ അവർ ഇന്നതുപോലെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 വർക്ക്ഷോപ്പുകളിൽ കയറി അന്വേഷിക്കുക. ഇത്രയാവും എന്ന് നിങ്ങൾക്ക് കൺഫേം. ഒരു കാരണം വെച്ചാൽ നിങ്ങൾ ഒരു വർക്ക്ഷോപ്പിൽ മാത്രം കയറല്ലേ, 2-3 ഇതുപോലെ അന്വേഷിച്ചിട്ട് എല്ലാ വർക്ക്ഷോപ്പുകാരും പറയുന്ന റേറ്റും കാര്യങ്ങളൊക്കെ സെയിം ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇത്രയും പണികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു വർക്ക്ഷോപ്പിൽ കയറിയിട്ട് ഏറ്റവും നല്ലൊരു വർക്ക്ഷോപ്പ് ഏതാണെന്നോ അതിൽ മാത്രം കയറി വണ്ടി പണിയാൻ നിൽക്കുക. പണിയുന്നതിന് മുമ്പേ ഇവർ പറഞ്ഞിട്ടുള്ള ആദ്യം ഒരു എസ്റ്റിമേറ്റ് ഇടുമല്ലോ, ഏകദേശം എങ്ങനെ പോയാലും ഇവർക്കറിയാം എത്ര ആവുമെന്ന്. അത് ഇനി ഏത് വർക്ക്ഷോപ്പുകാർക്കാണെങ്കിലും ഒരു വണ്ടിയുടെ എന്തൊക്കെ മാറണം, എന്തൊക്കെ മാറ്റിയാലാണ് ഇത്ര രൂപ ആവുമെന്നെല്ലാം അറിയാം. പാർട്സിൻ്റെ വില എല്ലാം, സർവീസ്, ലേബർ ചാർജ് എല്ലാം ഉൾപ്പെടെ ആണ് അവർ എമൗണ്ട് പറയുന്നത്. ആ എസ്റ്റിമേറ്റിൽ പറയുന്ന എമൗണ്ടിൽ 1 രൂപ കൂടുതൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചോദിച്ചിരിക്കണം. അതുകൊണ്ട് മുമ്പ് എസ്റ്റിമേറ്റ് മേടിച്ച് വയ്ക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലേഡീസിനൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുണ്ണാക്കും അറിയാത്തത്. 2 വീലർ ആയിക്കോട്ടെ 4 വീലർ ആയിക്കോട്ടെ ഇവർ കൊണ്ടുപോയിട്ട് വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് അവർ പറയുന്ന പൈസയ്ക്ക് പണിഞ്ഞ് എന്തൊക്കെ മാറിയെന്ന് ചോദിച്ചാൽ പോലും അവർക്കറിയത്തില്ല. ഇപ്പം അവർ പറയും വണ്ടി വൈകിട്ട് തരാം, വൈകിട്ട് വന്ന് എടുത്തോളാൻ പറയും. അതിനിടയ്ക്ക് വെച്ച് ഇവർ പാർട്സ് മാറാത്ത വർക്ക്ഷോപ്പുകാരും കാണും. പാർട്സ് മാറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതും കൂടെ എഴുതി ചേർത്ത് വെച്ച് പൈസ മേടിക്കുന്ന ടീമുകളും ഉണ്ട്. ഓക്കെ, എന്നാലും ബാക്കിയും കൂടെ കേട്ടോക്കാം. ഈ ചൂടായി കഴിഞ്ഞാൽ സീല് ഹാർഡായി പോകും. അത് നമ്മളിപ്പോ എഞ്ചിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടാമത് ഇളക്കി ചെയ്യണമെങ്കിലും പിന്നെ ടൈമിംഗ് എല്ലാം ഇളക്കണം, വാട്ടർ പമ്പ് മാറണമെങ്കിൽ. ഇത് ഇത്രയും ചെയ്യണം, ഡേറ്റ് കൊടുത്ത് ചെയ്യണം. അപ്പൊ ഇത് ഒരു ഉദ്ദേശം നമുക്ക് എങ്ങനെ എത്ര രൂപ ഉദ്ദേശം ആവുമെങ്കിൽ അല്ലേ അതെങ്ങനെ പണിയണമെന്നുള്ള? അല്ല, ഉദ്ദേശം കറക്റ്റ് നമുക്ക് അറിയത്തില്ല. എങ്ങനെയായാലും ഒരു 40 രൂപ റേഞ്ച് വരും. ഇത്ര രൂപ അടുപ്പിച്ചാവൂല്ലേ എല്ലാം? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ടൈമിംഗ് ബെൽറ്റ് ഈ രണ്ടാമത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ടൈമിംഗ് ബെൽറ്റ് മാറണം, പിന്നെ പ്ലഗ് മാറണം, ഇതെല്ലാം മാറിയേ പറ്റൂ. നീ വന്ന സമയത്ത് ഇവിടെ ഓണർ ഇവിടെ പ്രസന്റ് അല്ല. ഞാൻ നിന്നോട് എന്താ പറഞ്ഞ, ഓണർ ഇവിടെ ഇല്ല, നീ വിളിച്ച് സംസാരിക്കുക. അല്ലെങ്കിൽ ഉള്ളിയുള്ളപ്പോ നേരിട്ട് വാ. പുള്ളിയുള്ള സമയത്ത് നീ ഇവിടെ നേരിട്ട് വന്നിട്ടില്ല. നീ അന്നേരം വന്ന് സംസാരിക്കാൻ ഇവിടെ ഏതൊരു വണ്ടി വന്നാലും എസ്റ്റിമേറ്റ് കൊടുത്തിട്ടാണ് ചെയ്യാറ്. നെട്ടത്തറ MC റോഡ്, നെട്ടത്തറ ചടയമംഗലം റോഡിലുള്ള വർക്ക്ഷോപ്പാണ്. വണ്ടി കയറ്റുന്നവർ ശ്രദ്ധിക്കുക. ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കും. ദയവ് ചെയ്ത് നിങ്ങൾ ഇതൊന്നും അറിയാതെ വണ്ടി കയറ്റരുത്. നമ്മൾ അവരടുത്ത് സംസാരിച്ച ഒരു കള്ളവും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ അവരെ സംസാരിച്ചെല്ലാം നിങ്ങൾ കേട്ട് കാണും. വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ നിങ്ങൾ കേട്ട് കാണും. ഇതൊന്നും അവരല്ലെന്നാണ് അവർ പറയുന്നത്. അവരെന്നു പറയുന്നത് അവരൊന്നും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുക. അവർ പറഞ്ഞേക്കാല് 40,000 പറഞ്ഞ 65,000 രൂപ, 25,000 രൂപ ഒറ്റയടിക്ക് കൂട്ടിയത്. 1000, 2000, 5000 ആണെങ്കിൽ കുഴപ്പമില്ല. 25,000. ഇതിപ്പം ഈ ആദ്യം ഇവർ വിളിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓണർ അവിടെ ഇല്ലായിരുന്നു. അപ്പം ഈ വർക്ക്ഷോപ്പ് മെക്കാനിക്കലിൻ്റെ അടുത്താണ് ചോദിക്കുന്നത് എത്ര, അപ്പം എന്തൊക്കെ മാറണം, വണ്ടിയുടെ പണി ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ വർക്ക്ഷോപ്പുകാരനാണ് പറയുന്നത് ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ മാറണം, ഏകദേശം ഇത്ര രൂപയാവും, 40,000 ഏകദേശം 40 രൂപ അടുപ്പിച്ചാവും എന്ന് ആ മെക്കാനിക്കാണ് പറയുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സംസാരമാവുന്നുണ്ട്. അപ്പോൾ ഓണറുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പ്രോക്കള്ളൻ്റെ ഭാഗവും സൈഡും ക്ലിയർ ചെയ്ത് സംസാരിക്കാൻ നോക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇങ്ങനൊരു വർക്ക്ഷോപ്പിലോട്ട് വണ്ടി കൊണ്ടുപോകലായിരുന്നു. കാരണം അതും ഒരു തെറ്റാണ്. ഇത്രയും വൃത്തികെട്ട ബിഹേവ് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പിലോട്ട് വണ്ടി കൊണ്ടുപോയത് തന്നെ ഏറ്റവും വലിയ തെറ്റ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് മേടിക്കാത്തത് ചോദിച്ച് മേടിക്കാൻ അവർ ചിലപ്പം
വിട്ടുപോയതായിരിക്കോ, അവർ കൊടുക്കാഞ്ഞാണോ, ഉടായ്പ കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാതിരുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ എസ്റ്റിമേറ്റ് മേടിക്കാതിരുന്നത് ഈ പറഞ്ഞിട്ടുള്ള പ്രോക്കള്ളൻ്റെ മിസ്റ്റേക്കാണ്. എസ്റ്റിമേറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നേരെ കൺസ്യൂമർ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതിനൊരു തീരുമാനം അവർ ഉണ്ടാക്കി തന്നേനെ. കാരണം എസ്റ്റിമേറ്റ് ഇല്ലാതെ പോയിട്ട് ഒരു കാര്യമില്ല. എസ്റ്റിമേറ്റ് വേണം. കാരണം 40 രൂപ പറഞ്ഞിട്ടുള്ള പണിക്ക് അവർ എസ്റ്റിമേറ്റിൽ 40 രൂപ പറഞ്ഞിട്ട് പിന്നെ 60 രൂപ അത്രയും പൈസ കൂട്ടി മേടിക്കുന്ന സമയത്ത് ആ എസ്റ്റിമേറ്റ് കൊണ്ട് നേരെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനുള്ള നടപടി കൺസ്യൂമർ കോർട്ടിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതിന് തക്കതായിട്ടുള്ള ന്യായം അവിടുന്ന് നമുക്ക് അത് നമ്മളെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് തന്നെ അത് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ വീതി കിട്ടുകയും ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 രൂപ എസ്റ്റിമേറ്റ് പറഞ്ഞിട്ട് 60 രൂപ മേടിക്കുന്നത് എവിടുത്തെ കണക്കാണ്? പോട്ടെ, ഒരു 1000 2000 കൂടുതൽ, പോട്ടെ ഒരു 5000 കൂടുതൽ ചേർത്തോട്ടെ. പക്ഷേ ഒറ്റയടിക്ക് ഈ ഒരു 20,000 രൂപ കൂടുന്നത് എങ്ങനെയാണ്? ഒരു 25,000 രൂപ കൂടുന്നത് എങ്ങനെയാണ്? അത് പറ. അപ്പോൾ അവിടെയും ഒരു ഉടായ്പ ഉണ്ടേ, അല്ലാതെ വേറെ ഒന്നുമല്ല. അതവർ അത്യാവശ്യം മുതലാക്കാൻ നോക്കിയതാണ്. കാരണം ഈ ഓണിന് 1,00,000 രൂപ അവനും പറയുന്നതാണ്. ഈ വണ്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ 1,00,000 പോലും കിട്ടത്തില്ല. പിന്നെ ഈ 60 രൂപ മുടക്കി ഈ വണ്ടി പണിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാൻ? അതിനേക്കാളും നല്ലത് ഞാൻ എന്ത് പണിയായിട്ടാണ് കൊണ്ടുവന്നത് അതുപോലെ തിരിച്ചെനിക്ക് തന്നാൽ മതി എന്ന് പറയുന്ന സമയത്ത് അവിടെ ഇരുന്ന മറ്റേ സ്റ്റാഫ് ഉണ്ടല്ലോ, ഇത്രയും വിവരം കെട്ട വ്യക്തിയൊക്കെയാണല്ലോ സ്റ്റാഫായിട്ട് പിടിച്ച് വെച്ചേക്കുന്നത്. സ്ഥാപനം എപ്പം പൂട്ടിപ്പോകുന്നു ചോദിച്ചാൽ മതി. കാരണം അത്രയും ഒരു വല്ലാത്ത രീതിയിലാണ് ആ പുള്ളിക്കാരൻ ബിഹേവ് ചെയ്യുന്നത് അല്ലേ. ഭയങ്കര അഗ്രസീവായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. എങ്ങനെ സംസാരിക്കണമെന്ന് പോലും, എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പോലും അറിയാത്ത രീതിയിലാണ്. അപ്പം അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ എൻജിൻ പണി ഉണ്ടായിരുന്നു, എൻജിൻ പണി ചെയ്തു. അപ്പോൾ ഒരു കാര്യം ചെയ്യും, എൻജിനകത്ത് നീ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻജിൻ്റെ പൈസ മാറ്റിയിട്ട് ബാക്കി സാധനങ്ങളെല്ലാം അതുപോലെ എടുത്ത് ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നു വിടാൻ, നീ കൊണ്ടുപോയിക്കോ എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ഒരു സ്ഥാപനത്തിൽ ഒരു ഇതുപോലെ ഒരു സ്ഥാപനം ആകുമ്പോഴത്തേക്ക് ഇതല്ല, ഇതിനപ്പുറത്തെ പ്രശ്നങ്ങൾ വരും. പക്ഷേ നമ്മൾ ബിഹേവ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, സ്ഥാപനമാണ്. കാരണം ഇതിപ്പം ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ അത്യാവശ്യം കയറിപ്പോയിട്ടുണ്ട്, വൈറലായ വീഡിയോ ആണ്. അപ്പം എത്ര ആൾക്കാരാണ് ഈ വീഡിയോ കണ്ട് ആ ഒരു സ്ഥാപനത്തെ പറ്റിയിട്ട് വിലയിരുത്തുന്നതെന്ന് കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഇവരെ ഈ അനാവശ്യമായിട്ടുള്ള സംസാരം കാരണം അത് ന്യായമായിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിച്ച് വിടായിരുന്നു. കാരണം സ്വാഭാവികമായിട്ട് ആരാണെങ്കിലും അത് പ്രതികരിക്കും. 40 രൂപ പറഞ്ഞൊരു വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് ഒറ്റയടിക്ക് 60,000 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെങ്കിലും പ്രതികരിക്കുമല്ലോ. പിന്നെ ഇതിനകത്ത് വേറെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രോക്കള്ളന് പൈസ കൊടുക്കുന്നതിലല്ല വിഷയം, 60 70 അതിലല്ല വിഷയം. എസ്റ്റിമേറ്റ് കൊടുത്തിട്ടില്ല, പക്ഷേ പറഞ്ഞിട്ടുള്ള റേറ്റിൽ നിന്നും കൂടുതൽ എമൗണ്ട് വന്ന സമയത്ത് ഇവനെ വിളിച്ച് പറഞ്ഞിട്ടില്ല, പ്രോക്കള്ളനെ വിളിച്ച് പറഞ്ഞിട്ടില്ല. അതാണ് ഇവൻ പറയുന്നത്, എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? 1 രൂപ അല്ലെങ്കിൽ ഒരു 5 10 രൂപ കൂടുന്ന സമയത്ത് എന്നെ നിങ്ങളൊന്ന് വിളിച്ച് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയത്തില്ലായിരുന്നു. ചിലപ്പം അത്രയും പൈസയ്ക്ക് വണ്ടി പണിയുണ്ടെന്ന് പറയുമായിരിക്കും. അതായിരിക്കും പ്രോക്കള്ള ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പം ഏതൊരാളാണെങ്കിലും ഇപ്പം വണ്ടി പണിയാൻ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞ റേറ്റിൽ നമ്മൾ അത് പ്രതീക്ഷിച്ച് ആ ഒരു എമൗണ്ട് ആയിരിക്കും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ചിലപ്പോൾ അതിൽ കൂടുതൽ എമൗണ്ട് വരുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പണിയുണ്ട്, അവിടെ കിടക്കട്ടെ, വേറെ വണ്ടി എടുക്കാമെന്നുള്ളൊരു ധാരണയിലായിരിക്കും നമ്മളിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്നും കൂടുതൽ ഇത്രയും ഒരു ഹ്യൂജായിട്ടൊരു എമൗണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും വിളിച്ച് പറയണം. അതൊരു വർക്ക്ഷോപ്പിലൊരു ഓണറിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. ഇവിടെ ഓണർ സംസാരിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണർ പറയുവാണ് അത് മെക്കാനിക്കല്ല തീരുമാനിക്കുന്നത്, ഞാനാണ് ഇവിടെ ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. മെക്കാനിക്കിന് പാർട്സിൻ്റെ വിലയും ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് അവൻ പറയുന്ന കേൾക്കണ്ട എന്നുള്ളൊരു രീതിയിലുള്ളൊരു സംസാരമാണ് ഈ ഓണർ സംസാരിക്കുന്നത്. ഇവിടുത്തെ മെക്കാനിക്കലിനാണ് ഈ പറഞ്ഞിട്ടുള്ള വണ്ടിയുടെ പാർട്സിൻ്റെയും കാര്യങ്ങളും അതുപോലെ പ്രൈസും കാര്യങ്ങളും എത്ര ഒരു വണ്ടി പണിഞ്ഞിറങ്ങുമ്പോൾ ഏകദേശം എത്ര രൂപയാവുമെന്ന് ഏത് മെക്കാനിക്കിനെന്ന് അറിയാതിരിക്കുന്നത്. എല്ലാ മെക്കാനിക്കിനും അറിയാവുന്ന കേസാണിത്. എല്ലാ മെക്കാനിക്കിനും അറിയാവുന്ന കേസാണ്. ഈ ഓണർ എന്ന് പറയുന്ന ആൾ എന്താണ് ചെയ്യുന്നത്? അവിടെ കസേരയിൽ കയറി ഇരിക്കുന്നു, പൈസ മേടിക്കുന്നു, മേശയ്ക്കകത്ത് ഇടുന്നു, അത്രയല്ലേ ചെയ്യുന്നുള്ളൂ. നേരെ മറിച്ച് ഒരു സ്പാനർ എടുത്തൊരു 10ൻ്റെ സ്പാനർ എടുത്തൊരു ഞെട്ട് മുറുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണറിന് അറിയാവോ? ഇല്ല. അവിടാണ് വ്യത്യാസം. ഒരു സ്ഥാപനം ഇട്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെക്കാനിക്കലിനെ ഇത്രയും അടിച്ചങ്ങോട്ട് ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ പുള്ളി നല്ല രീതിയിലുള്ള ഉടായ്പ് പുള്ളി കളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞത്. കാരണം മെക്കാനിക്കലിന് ഒന്നും അറിയത്തില്ല. മെക്കാനിക്കലിന് ഒരു വണ്ടി പണിയുന്ന എത്രയാണെന്നോ അല്ലെങ്കിൽ പാർട്സിൻ്റെ റേറ്റ് എത്രയാണെന്നോ ഒന്നും അറിയത്തില്ല എന്നുള്ളൊരു സംസാരമാണ് ഇവിടെ സംസാരിച്ചത്. നമ്മളെയൊക്കെ സ്ഥലങ്ങളിൽ എത്ര ആൾക്കാർ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഇട്ട്
സ്വന്തമായിട്ട് പണിയെടുക്കുന്നുണ്ട്. മെക്കാനിക്കൽ വർക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് വർക്ക് വർക്ക്ഷോപ്പ് ഇട്ട് പോകുന്നുള്ള ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ഇതുപോലെ മുതലാളിമാരായിട്ട് കയറി ഇരുന്നിട്ട് മെക്കാനിക്കലിനെ വെക്കുന്ന സ്ഥാപനങ്ങളിലെ ഉടായിപ്പുകൾ ഇതോടുകൂടി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് നല്ല രീതിയിലുള്ള ഉടായിപ്പാണ്. കാരണം 1 രൂപ കൂടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വിളിച്ചു പറയും. ആദ്യം ഇവർ പറയുന്നുണ്ട്, ഇത് അംഗീകരിക്കുന്നില്ല, നമ്മൾ 40,000 രൂപ ഞാൻ പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോഴാണ് അവൻ വോയിസ് റെക്കോർഡ് എടുത്ത് കേൾപ്പിക്കുന്നത്, വിളിച്ച സമയത്ത് പറയുന്ന വോയിസ് റെക്കോർഡ് എടുത്ത് കേൾപ്പിക്കുന്നത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കസ്റ്റമറാണ്, എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് ചീത്ത വിളിച്ചിറക്കി വിടുന്നു. വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ട്, ഞാൻ വീഡിയോ ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്യാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 മണിക്കൂറോളം ലെന്തുള്ളൊരു വീഡിയോ ആണ്. കാരണം നമുക്ക് അത്രയൊന്നും വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം. ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ചീത്ത വിളിക്കുന്നു, വീഡിയോ എടുത്ത്. അപ്പം 2 കൂട്ടരും വീഡിയോ എടുക്കുന്നുണ്ട്, 2 കൂട്ടരും വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു സ്ഥാപനത്തിൽ വരുന്ന സമയത്ത്, ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പരിഹരിക്കുന്നത്. ചീത്ത വിളിച്ച് വരുന്ന കസ്റ്റമറെ ചീത്ത വിളിച്ച് ഇറക്കി വിടുക, എന്തുവാടെ ഇതൊക്കെ. എന്തായാലും നല്ല സ്ഥാപനം തന്നെ കേട്ടോ. നീ എന്തായാലും അടുത്ത വട്ടം ഈ ഒരു സ്ഥാപനത്തിൽ ആളും പേര് നോക്കിയിട്ടൊക്കെ കയറും. പിന്നെ അതിനകത്ത് ഈ ഫ്യൂവലിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഫ്യൂവലിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഫുൾ ടാങ്ക് അടിച്ച്, അതിനകത്ത് എനിക്ക് പ്രോക്കള്ളൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അത് വർക്ക്ഷോപ്പുകാർ അവർ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അതിനകത്ത് പറയുന്നുണ്ട്, ഏതൊരു വണ്ടി നമ്മൾ ഫുൾ ടാങ്ക് അടിച്ച് കൊണ്ടിട്ട് കൊടുത്താൽ തന്നെ അത് വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തൊക്കെ ഒരുപാട് വട്ടം സ്റ്റാർട്ട് ചെയ്തേണ്ടി വരും, ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്യാവശ്യം ഫ്യൂവലൊക്കെ കുറയും, അത് സ്വാഭാവികമാണ്. അപ്പം നമ്മൾ ഫുൾ ടാങ്ക് അടിച്ച് വണ്ടി പണിയാൻ വർക്ക്ഷോപ്പിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത്രയും ഫ്യൂവലി അടിച്ചിട്ട് അത്രയും ഫ്യൂവലി തിരിച്ച് കിട്ടണമെന്നൊന്നും അത് അവകാശപ്പെടുന്നതെന്നും എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. കാരണം സ്വാഭാവികമാണ്. ബൈക്കാണെങ്കിലും കാറാണെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി എണ്ണയൊക്കെ കുറയും. കാരണം അവർക്ക് ചെക്ക് ചെയ്യണം, അത് ഓരോ പാർട്സ് ഇട്ടിട്ട് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കണം, ചിലപ്പോൾ ഓടിച്ച് നോക്കണം. അപ്പോൾ അവർ 2-3 മണിക്കൂറൊക്കെ വണ്ടി ഓണാക്കി കേടും. അപ്പോൾ അതും ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട് പ്രോക്കള്ളൻ. അപ്പോൾ എന്തായാലും വണ്ടി കൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള വർക്ക്ഷോപ്പിൽ കൊടുക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് വണ്ടിയെ പറ്റിയിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും കൂടെ ചോദിച്ചിട്ട് മാത്രം വലിയ പണികളാണെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കാൻ നിൽക്കുക. അല്ലെങ്കിൽ നല്ല രീതിയിൽ നിക്കറ് കീറുന്ന രീതിയിൽ തന്നെ അമ്മമാരെ അറുത്ത് എസ്റ്റിമേറ്റ് എഴുതി വയ്ക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്റ്റിമേറ്റ് ആദ്യം മേടിക്കുക. വണ്ടിയുടെ പണി ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കിയ ശേഷം, ഇത്രയും വരുമെന്ന് മനസ്സിലാക്കിയ ശേഷം 1-2 വർക്ക്ഷോപ്പിൽ കൊണ്ട് പോയി അന്വേഷിച്ച ശേഷം എസ്റ്റിമേറ്റ് മേടിച്ചതിന് ശേഷം മാത്രം വണ്ടി പണിയാൻ പറയുക. കാരണം പണിഞ്ഞ് വന്നതിന് ശേഷം ഇതുപോലെ 10,000 പറയുന്നൊരു വർക്കിനകത്ത്, എസ്റ്റിമേറ്റ് ഇട്ടൊരു വർക്കിനകത്ത് 20,000 ആകുമ്പോഴത്തേക്ക് അവിടെയാണ് വിഷയമാവുന്നത്. അവിടെയാണ് ഉടായിപ്പിൻ്റെ വേറൊരു രീതി വരുന്നത്. ഇവിടെ എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൺസ്യൂമർ കോർട്ടിൽ പോകാം. പക്ഷേ ഇവിടെ എസ്റ്റിമേറ്റ് ഇല്ലാതെ കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് എന്ത് കാര്യം? കാരണം ഒരു സംസാരം കൊണ്ട് പറയുന്ന റേറ്റാണല്ലോ, തെളിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വോയിസ് റെക്കോർഡുണ്ട്. വോയിസ് റെക്കോർഡ് അത്ര ഇതാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞിട്ടുള്ള എസ്റ്റിമേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആവും. അപ്പോൾ എന്തായാലും കൊള്ളാം. എന്തായാലും ഇതുപോലെയൊന്നും ആരും പറ്റിക്കാതിരിക്കുക, അതാണ്. എന്തായാലും ആ പയ്യൻ, അവൻ പ്രോക്കള്ളൻ ഫുൾ എമൗണ്ട് പേ ചെയ്തിട്ട് അവനിക്ക് കേസിനും കാര്യങ്ങൾക്കും പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഫുൾ എമൗണ്ട് പേ ചെയ്തിട്ടാണ് അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കൊള്ളാം. എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.